കണ്ണൂരിൽ പള്ളിയിലേക്ക് പോവുകയായിരുന്ന മാള സ്വദേശിനിയായ സന്യാസിനി സ്വകാര്യ ബസ് ഇടിച്ച് മരിച്ചു. പൂവം സെന്റ് മേരീസ് കോൺവെന്റ് സൂപ്പർ കണ്ണൂരിൽ പള്ളിയിലേക്ക് പോവുകയായിരുന്ന മാള സ്വദേശിനിയായ സന്യാസിനി സ്വകാര്യ ബസ് ഇടിച്ച് മരിച്ചു. പൂവം സെന്റ് മേരീസ് കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ സൗമ്യയാണ് മരിച്ചത്. 57 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ പള്ളിയിലേക്ക് പോകവേ സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. തൃശൂർ പൂവത്തൂരിൽ വാഹനാപകടത്തിൽ വിദ്യാർത്ഥിനി മരിച്ചു. തൃശൂർ പൂവത്തൂർ കട്ടേരി വെട്ടിയാറ മധു അഭിമന്യുവിന്റെ മകൾ ദേവപ്രിയയാണ് മരിച്ചത്. പൂവത്തൂർ സുബ്രഹ്മണ്യ ക്ഷേത്ര പരിസരത്ത് വെച്ച് ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. കൊടകര തേശ്ശേരിയിൽ കുലച്ച നേന്ത്രവാഴകൾ സാമൂഹ്യ വിരുദ്ധർ വെട്ടി നശിപ്പിച്ചു. തേശ്ശേരി പന്തലുകാരൻ ജോർജിന്റെ കൃഷിയിടത്തിലെ 40ഓളം വാഴകളാണ് കഴിഞ്ഞ രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധർ വെട്ടി നശിപ്പിച്ചത്. 22 കൊല്ലമായി വാഴയും കൊള്ളിയും കൂർക്കയുമെല്ലാം മാറ്റി മാറ്റി കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. തൃശൂർ മെഡിക്കൽ കോളേജിൽ സ്കാനിങ്ങിനെത്തിയ രോഗിയുടെ മാല മോഷ്ടിച്ച 2 സ്ത്രീകൾ പിടിയിൽ. പൈങ്കുളം സ്വദേശിയുടെ 2 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് മോഷണം പോയത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തമിഴ്നാട് സ്വദേശിനികളായ ശിവകാമി, റോജ എന്നീ 2 പേർ പിടിയിലായി. കുടൂർ തെക്കൻ താണിശ്ശേരി ദേവാലയത്തിലെ വിശുദ്ധ സെബസ്റ്റ്യാനൂസിന്റെ തിരുനാളിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അമ്പഗ്രാമം സമാപിച്ചു. സമാപന സമ്മേളനം ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വിൽസൺ കണ്ടംകുളത്തി അധ്യക്ഷത വഹിച്ചു. മുൻ MLA തോമസ് ഉണ്ണിയാടൻ മുഖ്യാതിഥിയായിരുന്നു. DA കുടിശ്ശികടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ സംഘടനകളുടെ കീഴിലുള്ള സർക്കാർ ജീവനക്കാരുടെ പണിമുടക്ക് ആരംഭിച്ചു. സമരത്തിൽ പങ്കെടുക്കുന്ന ജീവനക്കാർ പ്രകടനം നടത്തി. UDF അനുകൂല സർവീസ് സംഘടനകളും BJP അനുകൂല സംഘടന ഫെറ്റോയും ഉൾപ്പെടെയുള്ളവരാണ് പണിമുടക്കുന്നത്. ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയുമായ ഗുലാം നബി ആസാദ് കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ് സന്ദർശിച്ചു. ചേരമാൻ ജുമാ മസ്ജിദ് ഇമാം ഡോക്ടർ സലീം നദ്വി, മഹൽ സെക്രട്ടറി അബ്ദുൾ ഗയൂം, ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് റഷീദ്, അബ്ദുൽ കരീം, കമ്മിറ്റി അംഗങ്ങളായ ഹൈദ്രോസ് സിദ്ദിഖ്, ഹുസൈൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ റഷീദ് എന്നിവർ ഗുലാം നബി ആസാദിനെ സ്വീകരിച്ചു. കോട്ടപ്പുറം രൂപത ചാൻസലറായി ഫാദർ ഷാബു കുന്നത്തൂരിനെ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ നിയമിച്ചു. ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ പുതിയ ചുമതലയേൽക്കുന്ന ഒഴിവിലാണ് നിയമം. ജനുവരി 24-ന് ഫാദർ ഷാബു ചുമതലയേൽക്കും. എല്ലാ പർച്ചേസിനും ഉറപ്പായും സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് കോണത്തുകുന്നിൽ മൂപ്പൻസ് ഡിജിറ്റൽ ഹബ് മൊബൈൽ ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ബ്രാൻഡുകളുടെ ഒറിജിനൽ ആക്സസറീസ് മൂപ്പൻ ഡിജിറ്റൽ ഹബിൽ ലഭ്യമാണ്. ഓരോ പർച്ചേസുകൾക്കും സമ്മാന പെരുമഴയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. മാളയിൽ എംടെൽ മൊബൈൽ ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാ പർച്ചേസുകൾക്കും സമ്മാനങ്ങൾ നൽകി. എല്ലാ കമ്പനികളുടെയും മാളയിലെ അംഗീകൃത മൾട്ടി ബ്രാൻഡ് ഷോറൂമാണ് എംടെൽ മൊബൈൽ ഷോപ്പ്. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.